ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് ഇല്ലിക്കൽ കല്ല് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇല്ലിക്കൽ കല്ല് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഈ കാണുന്നത്, ഈ ടീഷർട്ട് ഇട്ട് നിൽക്കണതല്ല കേട്ടോ നമ്മുടെ ഇല്ലിക്കൽ കല്ല്. ഇതാ ബാക്ക്ഗ്രൗണ്ടിൽ കാണുക, ഇതാണ് ഇല്ലിക്കൽ കല്ല്. പക്ഷെ ഇതിൻ്റെ പരമായിട്ടുള്ള വശങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പം നമുക്കിത് അറിയുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കാം അല്ലേ. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, ഇതാ കണ്ടാ, നമുക്ക് ചോദിക്കാം. ആ കാണാണ് ഇല്ലിക്കൽ കല്ല് എന്നാണ് പറയണത്. ഓക്കെ, അതിന്റെ വലിയൊരു പീസ് ഇപ്പൊ ഇതുവരെ ഉണ്ടായിരുന്നു. ഇതുവരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഏതുവരെ? ഏകദേശം മരൊക്കെ നിൽക്കുന്നതിന്റെ അതുവരെ ഉണ്ടായിരുന്നു ആദ്യം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ വലിയൊരു പീസ് അടർന്ന് വീണതാണ്. ഓക്കെ, അടർന്ന് വീണിട്ട് ആ സാധനമൊക്കെ ഒന്നുകൂടെ ഉറക്കെ പറയണം കേട്ടോ. ആ സാധനം അടർന്ന് വീണു. എങ്ങനെ അടർന്ന് വീണു? അത് കാറ്റടിച്ചിട്ട് അടർന്ന് വീണു. കാറ്റ്, അപ്പൊ വലിയൊരു കാറ്റ് തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു കാറ്റ് വീശാതിരിക്കട്ടെ. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കണ്ടു നല്ല കട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ചോദിക്കായിരുന്നു, എന്താണ് ഇങ്ങനെ കട്ട് ചെയ്ത പോലെ അല്ലേ, നമുക്കിനെ കാണാണ്ട്. കാറ്റ് അത്രയും നല്ല മിന്നല്, ഭയങ്കര ചുഴലിക്കാറ്റ് പോലത്തെ സാധനം വന്നിട്ടുണ്ട്, വീശി അടിച്ചിട്ട് കട്ടായി പോയെന്നാണ് പറയപ്പെടുന്നത്. ആര് പറയപ്പെടുന്നതാണ്? ഇവിടുത്തെ ആൾക്കാരെ അന്വേഷിച്ചു. ഓക്കെ 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 ഓക്കെ. എന്നിട്ട് നമുക്കതിലൊരു റെഡ് കളർ കാണാണ്ടല്ലോ, ഞാനൊന്ന് സൂം ചെയ്യാം. ഇത് റെഡ് കളർ കാണാണ്ട്, നീ കാണുന്നുണ്ടോന്ന് അറിയില്ല. അതെന്താണ് ആ റെഡ് കളർ? അതിനകത്ത് പണ്ടത്തെ ആൾക്കാർ വല്ല ഈ ജിന്ന് പിശാച് എന്ന് പറഞ്ഞാൽ അവര് ഈ പാറകളുടെ ഇടയിലാണ് താമസിച്ചിട്ടുണ്ടാവുക പണ്ടൊക്കെ. ആണല്ലേ? അപ്പൊ ഈ കാറ്റ് പാറ ഇടിഞ്ഞു വീണ സമയത്ത് പാറ ഇടിഞ്ഞു വീണു. ആ കാറ്റടിച്ചപ്പോ പാറ ഇടിഞ്ഞു വീണു. മരമൊക്കെ കാറ്റടിച്ച് വീഴാന്നൊക്കെ കേട്ടിട്ടുണ്ട്. പാറയും വീഴൂല്ലേ? അതൊരു പുതിയ അറിവാണ്. പാറ വീണിട്ട് അതിന്റെ അടിയിൽ ആ ജിന്നോട് പെട്ടിട്ട് അതിന്റെ ബ്ലഡിന്റെ കളറാണ്. ഓ മൈ ഗാഡ്, ഇതാണ് ജിന്നുകളുടെ ബ്ലഡിന്റെ കളർ എന്നൊക്കെയാണ് ഈ വിദഗ്ധൻ പറയുന്നത്. ഒരിക്കലും മാഞ്ഞു പോവില്ല. അതന്നെയാണ്, കാറ്റും മഴയൊക്കെ വന്നിട്ട് നമ്മൾ ഈ ഒരു അടയാളം അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. എനിക്ക് എത്രത്തോളം നന്നായിട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു അറിവ് പകർന്നു തന്നതിന് പുള്ളിയോട് നമുക്കൊരു താങ്ക് യു പറയാം. ഇപ്പോഴും ആൾക്കാർ പറഞ്ഞപ്പോ മേലെ കാണുന്ന ഗ്യാപ്പിൽ വീണ്ടും ജിന്നുകൾ ചില ഭാഗങ്ങളിൽ നാവ് നീട്ടി പുറത്തോട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ കൂടുതൽ പറഞ്ഞ് പേടിപ്പിക്കരുത്, കാരണം ഇവിടെ വേറെ ആരുമില്ല. കണ്ടോ, ഒരു വിജനമായൊരു സ്ഥലമാണ്, ഇവിടെ ആരുമില്ല. കേൾക്കുമ്പോൾ നമുക്ക് പേടി തോന്നുന്ന കഥകളാണ് ഈ മൂപ്പര് പറയണത്. അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച്, ഈ ഇല്ലിക്കൽ കല്ലിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിയെങ്കിൽ, ഇത് ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ വരിക കേട്ടോ.